ഇയാളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ കുട്ടിക്ക് ഇതിലും സുന്ദരനായ ഒരു അച്ഛൻ ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ പറയണ കേൾക്കുമ്പോ നമ്മുടെ മറ്റേ ബിഗ് ബ്രദറിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. എങ്കിലും സാരമില്ല, ട്രെയിലർ എന്ന് പറയണോ ടീസർ എന്ന് പറയണോ എന്നാണ് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. എന്ന് തുടരും എന്ന ചിത്രം ഇത്രയും വലിയ ഹിറ്റ് ആയതിന്റെ ഒരു ഭാരം തോൾ ചുമന്നുകൊണ്ടാണ് ഈ ചിത്രം വരുന്നത്. സൈലന്റ് ആയിട്ട് വന്ന് ഹിറ്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് ലാലേട്ടൻ കാണിച്ചു തരും. എന്താണെന്നല്ലേ, നമ്മുടെ സത്യനന്ദിക്കാട് ലാലേട്ടൻ കോംബോയിൽ വരുന്ന പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ എന്ന് പറയണോ ടീസർ എന്ന് പറയണോ എന്നാണ് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. എന്ന് വെച്ചാൽ ഇപ്പൊ ഇറങ്ങുന്ന പടങ്ങളുടെ ട്രെയിലർ എന്നൊക്കെ പറയുമ്പോൾ ഒരു 3 മിനിറ്റൊക്കെ ഉണ്ടാവും ചുരുങ്ങിയത്. പക്ഷെ ഇത് നോക്കുമ്പോൾ ഇതൊരു 1.5 നിമിഷമുള്ള ഒരു ട്രെയിലറാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. ഇതിന് ട്രെയിലർ എന്ന് പറയാതെ ടീസർ എന്ന് പറയാമായിരുന്നു. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ പടം റിലീസ് ആവുന്നത് കൊണ്ട് ഇതാണ് ഈ പടത്തിന്റെ ട്രെയിലർ. നമുക്ക് ട്രെയിലറിലോട്ട് കടന്നാൽ സൈലന്റ് ആയിട്ട് വന്ന് ഹിറ്റടിക്കാൻ പോകുന്ന ഒരു ചിത്രത്തിന്റെ സൈലന്റ് ആയിട്ട് വന്ന ഒരു ട്രെയിലർ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഇതൊരു കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഹ്യൂമർ പടം ആയിരിക്കാനും ചാൻസ് ഇല്ല. എന്ന് വെച്ചാൽ അവസാനത്തെ ഒരു ഹാർട്ട് ബീറ്റിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ അതിന് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പേരിട്ടത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ എന്തെങ്കിലും ഒരു സീരിയസ് കണ്ടന്റ് അതിൽ ഉണ്ടാവണം. എല്ലാ ഇമോഷനും കൺവേ ചെയ്യാൻ കഴിയുന്ന ഒരു ചിത്രമായിരിക്കും ഇത്. നമുക്കിപ്പോ ട്രെയിലറിൽ കാണിച്ചു തന്നത് ഹ്യൂമർ മാത്രമാണ്. ട്രെയിലർ കാണിച്ചെങ്കിൽ നല്ലൊരു ചിത്രമാവട്ടെ, നല്ലൊരു ചിത്രമാവും, അതിന് ഒരു സംശയമില്ല. ഇയാളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ കുട്ടിക്ക് ഇതിലും സുന്ദരനായ ഒരു അച്ഛൻ ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ നമ്മുടെ മറ്റേ ബിഗ് ബ്രദറിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. എങ്കിലും സാരമില്ല, പടം നന്നായിരുന്നാൽ കുഴപ്പമില്ല, നോക്കാം. സൈലന്റ് ആയിട്ട് വന്ന് ഹിറ്റടിക്കുന്ന പ്രവണത സത്യനന്ദിക്കാട് ചിത്രങ്ങൾക്ക് ഉള്ളതാണ്. തുടരും എന്ന ചിത്രം ഇത്രയും വലിയ ഹിറ്റ് ആയതിന്റെ ഒരു ഭാരം തോൾ ചുമന്നുകൊണ്ടാണ് ഈ ചിത്രം വരുന്നത്. അതുകൊണ്ടൊക്കെ ആവണം ഈ ചിത്രത്തിന്റെ ട്രെയിലർ വന്നപ്പോ ഇത്ര സൈലന്റ് ആയിട്ട് കൊണ്ടുവരാനുള്ള കാരണം. അത് പടം റിലീസാവാൻ 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ചിത്രത്തിന്റെ ട്രെയിലർ റിലീസാവുന്ന കാര്യം ആരും പറഞ്ഞു കേട്ടില്ല. സപ്പോസ് ഞാൻ അറിയാത്തതുകൊണ്ടാവാം, ഫാൻസുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും വെയിറ്റിംഗ് ആണ്. വളരെ കാലത്തിന് ശേഷം ലാലേട്ടനെ ഒരു പഴയ ലാലേട്ടനായി കാണാൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ട്രെയിലർ കാണുമ്പോൾ. അതും പഴയ ലാലേട്ടനെ നമുക്ക് തന്ന സംവിധായകന്റെ കയ്യിൽ നിന്ന് തന്നെ പഴയ ലാലേട്ടനെ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടുമ്പോൾ ഒരു ഡബിൾ ധമാക്കയാണ് ഈ ചിത്രം. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് ഈ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടിട്ട് അത്രത്തോളം ജഡ്ജ് ചെയ്യാനും പറ്റത്തൊന്നുമില്ല. പിന്നെ ഓണം ലാലേട്ടൻ തന്നെ കൊണ്ടുപോകട്ടെ അല്ലേ. ബൈ.